ഹായ്, അസർബൈജാൻ യാത്രകളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സമൃദ്ധമായ പ്രകൃതിവാതക ശേഖരത്താൽ തുടർച്ചയായി തീജ്വാലകൾ ജ്വലിക്കുന്ന പർവ്വതപ്രദേശങ്ങൾ കാരണം പലപ്പോഴും അഗ്നിയുടെ നാട് എന്നറിയപ്പെടുന്ന അസർബൈജാൻ ഒരു കാലത്ത് അഗ്നിയെ വിശുദ്ധിയുടെ പ്രതീകമായി ആരാധിച്ചിരുന്ന പുരാതന സ്വരാഷ്ട്രിയൻ ആരാധനയുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. അതിന്റെയൊക്കെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. ഞാനിപ്പോൾ അപ്ഷെറോൺ പെനിൻസുലയിലെ അട്ടഷഗാവ് ഫയർ ടെമ്പിളിൽ ആണ്. അപ്ഷെറോൺ പെനിൻസുലയെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ബാക്കുവിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ തെക്ക് കിഴക്കായി അപ്ഷെറോൺ ഉപദ്വീപിലെ സുരഖാനി പട്ടണത്തിലാണ് അത്തഷാൻ ഫയർ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. വരണ്ട ഭൂപ്രകൃതിയും ഭൂമിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന പ്രകൃതിവാതകത്തിന് സമീപവുമുള്ള ചുറ്റുമുള്ള ഭൂപ്രകൃതിയുടെ ഒരു സവിശേഷ വീക്ഷണം പ്രദാനം ചെയ്യുന്ന ഉയർന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രദേശത്തെ സമ്പന്നമായ ഊർജ്ജ സ്രോതസ്സുകളായ പ്രകൃതിവാതകത്തിന്റെയും എണ്ണയുടെയും സാമീപ്യം കാരണം ഈ സ്ഥലം ചരിത്രപരമായി പ്രാധാന്യമർഹിക്കുന്നു. ബാക്കുവിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഈ സ്ഥലം ഇന്ന് അസർബൈജാനിൽ ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെടുന്ന ചരിത്ര ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ്. അഗ്നിയുടെ സ്ഥലം എന്നർത്ഥം വരുന്ന അട്ടഷഗ എന്ന പേര് ഈ പ്രദേശത്ത് ആഴത്തിലുള്ള ചരിത്രപേരുകളുള്ള ഒരാചാരമായിരുന്ന ഈ ക്ഷേത്രത്തിലെ അണയാത്ത അഗ്നിയെ ആരാധിക്കുന്നതിനെ പ്രതിഫലിപ്പിക്കുന്നു. മധ്യത്തിൽ ഒരു ബലിപീഠമുള്ള പഞ്ചഭുജാകൃതിയിലുള്ള സമുച്ചയം 17-18 നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ചതാണ്. ഇറാനിയൻ ഇന്ത്യൻ ലിഖിതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ക്ഷേത്രം ഹിന്ദു, സിഖ്, സൗരാഷ്ട്രിയൻ ആരാധനാലയമായി ഉപയോഗിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഒരുപക്ഷെ ഈ പ്രദേശത്തെ ഇന്ത്യൻ ജനസംഖ്യയുടെ കുറവ് മൂലമാകാം 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇത് ഉപേക്ഷിക്കപ്പെട്ടു. ഒരു നൂറ്റാണ്ടോളം അണയാതെ കത്തി നിന്നിരുന്ന പ്രകൃതിദത്ത നിത്യജ്വാല വാതകത്തിന്റെ കുറവ് കാരണം 1969 അത് അണഞ്ഞു. ഇപ്പോൾ അടുത്തുള്ള നഗരത്തിൽ നിന്ന് പൈപ്പ് വഴി വരുന്ന ഗ്യാസ് ഉപയോഗിച്ചാണ് ഇത് കത്തിക്കുന്നത്. ഒരു ശുദ്ധീകരണ ശക്തിയായി കാണപ്പെടുന്ന അഗ്നി സൊറോസ്ട്രിയൻ ആചാരങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇന്ത്യൻ പേർഷ്യൻ ശൈലികൾ സംയോജിപ്പിക്കുന്ന വാസ്തുവിദ്യയോട് കൂടിയ ക്ഷേത്രത്തിന്റെ നടുമുറ്റത്തിന് ചുറ്റുമായി ഒരു കാലത്ത് സന്യാസിമാരും തീർത്ഥാടകരും ഉപയോഗിച്ചിരുന്ന ചെറിയ അറകൾ കാണാൻ സാധിക്കും. ആദ്യകാലങ്ങളിൽ സ്വരാഷ്ട്രിയൻ അഗ്നി ആരാധനയ്ക്കായി നിർമ്മിച്ച ഈ ക്ഷേത്രം 18-19 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള സിഖ് വ്യാപാരികൾക്ക് ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി. മതപരമായ സഹിഷ്ണുതയും വിവിധ വിശ്വാസങ്ങളുടെ സഹവർത്തിത്വത്തെയും പ്രതീകപ്പെടുത്തുന്ന സിഖ് പഠിപ്പിക്കലുകളെ ആദരിക്കുന്ന ഒരു സ്ഥലമായി ഇത് പരിണമിച്ചു. സിൽക്ക് റോഡിൽ സ്വരാഷ്ട്രിയൻ, പേർഷ്യൻ, ഇന്ത്യൻ, ഇസ്ലാമിക വ്യാപാരികൾ തമ്മിലുള്ള സാംസ്കാരിക ഇടപെടലുകൾ സുഗമമാക്കുന്നതിൽ ഈ പ്രദേശത്തിന്റെ പങ്ക് ഈ ക്ഷേത്രം പ്രതിഫലിപ്പിക്കുന്നു. ഇന്ത്യൻ വ്യാപാരികളുടെ സാന്നിധ്യം ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് കാരണമാവുകയും അങ്ങനെ അതിന്റെ സാംസ്കാരിക പ്രാധാന്യം കൂടുതൽ സമ്പന്നമാക്കുകയും ചെയ്തു. പ്രകൃതിദത്തമായ തീജ്വാലകളുടെയും പുരാതന ശിലാ വാസ്തുവിദ്യയുടെയും സംയോജനത്താൽ ഒരു നിഗൂഢ അനുഭവം സൃഷ്ടിക്കുന്ന ഈ പ്രാചീന നിർമ്മിതി ബാക്കുവിന്റെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ്. ഇപ്പോൾ ഒരു മ്യൂസിയമായ ക്ഷേത്രം അതിന്റെ ചരിത്രം, വാസ്തുവിദ്യ, സാംസ്കാരിക പ്രാധാന്യം എന്നിവയെക്കുറിച്ചുള്ള പ്രദർശനങ്ങളും നൂറ്റാണ്ടുകളായി ഒരു ആത്മീയ സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിൽ അതിന്റെ പങ്കിനെ എടുത്തു കാണിക്കുന്ന പുരാവസ്തുക്കളും പ്രദർശിപ്പിക്കുന്നു. സൊറോസ്ട്രിയൻ വിശ്വാസവുമായും അഗ്നിയാരാധനയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ, പേർഷ്യൻ, അറബിക്, സംസ്കൃതം തുടങ്ങിയ വിവിധ ഭാഷകളിലുള്ള പുരാതന ലിഖിതങ്ങൾ, ഗണപതിയെയും ഗുരു ഗ്രന്ഥ് സാഹിബിനെയും പരാമർശിക്കുന്ന വസ്തുക്കൾ എന്നിവയൊക്കെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഒരു കാലത്ത് സഹസ്രാബ്ദത്തിലേറെക്കാലം വിശാലമായ ഒരു പ്രദേശത്തെ സ്വാധീനിച്ച പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പ്രബല മതമായിരുന്നു സൗരാഷ്ട്രനിസം. AD 7ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ ഉദയത്തിനു ശേഷം അത് ക്ഷയിച്ചു. അവരിൽ ചിലർ ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത് പാഴ്സി സമൂഹമായി മാറി. അവിടെ പുതിയ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുന്നതിനോടൊപ്പം അവരുടെ വിശ്വാസവും പാരമ്പര്യങ്ങളും സംരക്ഷിച്ച പാഴ്സികൾ അടിസ്ഥാന സൗരാഷ്ട്രീയൻ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രധാന സമൂഹമായി തുടരുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഏകദൈവ മതങ്ങളിലൊന്നായ സ്വരാഷ്ട്രിയനിസം ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഇറാനായ പുരാതന പേർഷ്യയിൽ പ്രവാചകനായ സ്വരാഷ്ട്രർ സ്ഥാപിച്ചതാണ്. ഈ മതം പരമോന്നത ദൈവമായ അഹൂറ മസ്ദയുടെ ആരാധനയിലും പ്രപഞ്ച പോരാട്ടത്തിൽ നന്മയ്ക്കും തിന്മയ്ക്കും വെളിച്ചത്തിനും ഇരുട്ടിനും ഇടയിലുള്ള ദ്വൈതഭാവത്തെയും കേന്ദ്രീകരിക്കുന്നു. സ്വരാഷ്ട്രറിന്റെ പഠിപ്പിക്കലുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അവസ്ഥയിൽ നല്ല ചിന്തകളുടെയും വാക്കുകളുടെയും പ്രവൃത്തികളുടെയും പ്രാധാന്യം ഊന്നി പറയുന്നു. സ്വരാഷ്ട്രീയൻ ആരാധനയിൽ അഗ്നി പരിശുദ്ധിയുടെയും
പ്രകാശത്തിന്റെയും അഹുറ മസ്ദയുടെ സാന്നിധ്യത്തിന്റെയും പ്രതീകമാണ്. മരണാനന്ത ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ മതം ആത്മാക്കളെ അവരുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ വിധിക്കുന്നു. നല്ല പ്രവൃത്തികൾ തിന്മയേക്കാൾ കൂടുതലാണെങ്കിൽ ആത്മാവ് പർദീസ എന്ന പാട്ടിന്റെ ഭവനത്തിലും, അല്ലാത്ത പക്ഷം അത് നരകമെന്ന നുണകളുടെ ഭവനത്തിലേക്കും പ്രവേശിക്കുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു. ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം എന്നിവയിൽ കാണപ്പെടുന്ന മതപരമായ ആശയങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ സൊറാസ്ട്രിയൻ മതം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പല പണ്ഡിതന്മാരും വിശ്വസിക്കുന്നു. മിശിഹ എന്ന വിശ്വാസം ആത്മാക്കളുടെ ന്യായവിധി, പുനരുത്ഥാനം, തിന്മയുടെ അന്തിമ പരാജയം എന്നിവ സംബന്ധിച്ചുള്ള സൗരാഷ്ട്രിയൻ ആശയങ്ങൾ പിൽക്കാല വിശ്വാസങ്ങളെ സ്വാധീനിച്ചതായി പലപ്പോഴും പരാമർശിക്കപ്പെടുന്നു. ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് ബാക്കുവിന്റെ അപ്ഷറോൺ ഉപദ്വീപിലെ യാനാർഡാഗ് എന്ന സ്ഥലത്തേക്കാണ്. കാസ്പിയൻ കടലിലേക്ക് ഏകദേശം 60 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ഈ പ്രദേശം ചരിത്രപരമായ എണ്ണപ്പാടങ്ങൾ നിറഞ്ഞവയാണ്. അവിടെ ചിതറിക്കിടക്കുന്ന എണ്ണപ്പാടങ്ങൾ ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള തുറസായ സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ കുഴൽക്കിണറുകൾ പോലെ തോന്നിക്കുന്ന ഇവയൊക്കെ എണ്ണ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളാണ്. റോഡിന്റെ വശങ്ങളിൽ കാണുന്ന മഞ്ഞ നിറമുള്ള ഇരുമ്പ് കുഴലുകൾ എണ്ണയും വാതകവും കടത്തിക്കൊണ്ടു പോകുന്നവയാണ്. ഇവിടെ പെട്രോളിന്റെ വില ലിറ്ററിന് നമ്മുടെ 50 രൂപ മാത്രമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഇവിടുത്തെ ഉൽപ്പാദനത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. അപ്ഷറോൺ ഉപദ്വീപിലെ ബാക്കുവിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ് യാനാർഡാഗ് അഥവാ ഫയർ മൗണ്ടൻ. കുന്നുകളിലെ സുഷിരങ്ങളുള്ള മണൽക്കല്ല് പാളിയിൽ നിന്ന് 10 മീറ്റർ വരെ ഉയരത്തിൽ നൂറ്റാണ്ടുകളായി വായുവിലേക്ക് കത്തി ഉയരുന്ന തുടർച്ചയായ ജ്വാലയ്ക്ക് പേരുകേട്ട സ്ഥലമാണിത്. കൂടാതെ പുരാതന പേർഷ്യൻ, സൊറോസ്ട്രിയൻ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള അസർബൈജാനിന്റെ അഗ്നി ആരാധനയുമായുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ ഒരു പ്രതീകവുമാണ് യാനാർഡാഗ്. യാനാർഡാഗിന്റെ ചരിത്രം അസർബൈജാനിന്റെ എണ്ണവാതക വ്യവസായങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അസർബൈജാനിന്റെ അപ്ഷറോൺ ഉപദ്വീപ് ഒരു വിശാലമായ പ്രകൃതി വാതക ഫീൽഡിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാതക സമ്പന്നമായ അപ്ഷറോൺ ഉപദ്വീപിലെ സുഷിരങ്ങളുള്ള പാറകളിലൂടെ ഉപരിതലത്തിലേക്ക് പ്രകൃതിവാതകം ഒഴുകുന്നതാണ് യാനാർഡാഗിലെ ജ്വാലകൾക്ക് കാരണം. സഹസ്രാബ്ദങ്ങളായി ഭൂമിക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്ന വാതകം ചില പ്രദേശങ്ങളിൽ ഭൂമിയുടെ പുറന്തോടിലെ വിള്ളലുകൾ വഴി ഉപരിതലത്തിലേക്ക് എത്തുന്നു. ഭൂതാപ പ്രക്രിയകളുടെ ഒരു ഉൽപ്പന്നമായി ഈ വാതകം വായുവുമായി സമ്പർക്കം പുലർത്തുമ്പോൾ സ്വയമേവ ജ്വലിക്കുകയും തീജ്വാലകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസം ദുരൂഹമായി തോന്നാമെങ്കിലും അതിന്റെ ശാസ്ത്രീയ അടിസ്ഥാനം പെട്രോളിയത്തിൽ നിന്നുണ്ടാകുന്ന വാതകം ഓക്സിജന്റെ സാന്നിധ്യത്തിൽ തീപിടിക്കുന്നു എന്ന ലളിതമായ ഒരു രാസതത്വമാണ്. യാനാർഡാഗിന് സമീപമുള്ള ചില അരുവികളുടെ ഉപരിതലം പോലും ഒരു തീപ്പെട്ടി ഉപയോഗിച്ച് നമുക്ക് ജ്വലിപ്പിക്കാൻ സാധിക്കും. കത്തുന്ന നീരുറവകൾ അല്ലെങ്കിൽ യാനാർ ബുലാങ് എന്നറിയപ്പെടുന്ന ശാന്തമായി കാണപ്പെടുന്ന ഈ അരുവികൾ രോഗശാന്തിക്കായി തദ്ദേശവാസികൾ കുളിക്കുന്നവയാണ്. യുദ്ധത്തിൽ പരാജയപ്പെട്ട ഒരു രാജകുമാരൻ രക്ഷയ്ക്ക് വേണ്ടി തീ കത്തിച്ചപ്പോൾ ഉണ്ടായതാണെന്നുൾപ്പെടെ യാനാർഡാഗിനെ പറ്റി പല പ്രാദേശിക ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മറ്റു കഥകൾ തീജ്വാലകളെ ദൈവികമായി കണ്ട പുരാതന അഗ്നി ആരാധകരുമായി ബന്ധിപ്പിക്കുന്നു. ചിലർ അവകാശപ്പെടുന്നത് 1950കളിൽ ഒരു ഇടയൻ ആകസ്മികമായി കത്തിച്ചപ്പോഴാണ് തീ ആദ്യമായി ഉണ്ടായതെന്നാണ്. എന്തൊക്കെയായാലും യാനാർഡാഗിലെ തീജ്വാലകൾ അസർബൈജാനിന്റെ സാംസ്കാരിക സത്വത്തെ പ്രതീകപ്പെടുത്തുന്നവയാണ്. പലപ്പോഴും അഗ്നിയുടെ നാട് എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്ന അസർബൈജാനിലെ യാനാർഡാഗ് പോലുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ അതിന്റെ സംസ്കാരങ്ങളുമായുള്ള ചരിത്രപരമായ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു. ബാക്കുവിന് സമീപം സ്ഥിതി ചെയ്യുന്ന യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായ ഗോബുസ്ഥാൻ അതിന്റെ അതുല്യമായ ചെളി അഗ്നിപർവ്വതങ്ങൾക്കും പുരാതന ശിലാലിഖിതങ്ങൾക്കും പേരുകേട്ടതാണ്. ആദ്യകാല മനുഷ്യ നാഗരികതയെക്കുറിച്ചുള്ള വിലപ്പെട്ട അറിവുകൾ നൽകുന്ന ഈ ശിലാലിഖിതങ്ങളുടെയും ഒരു ഭൂമിശാസ്ത്രപരമായ അത്ഭുതമായ ചെളി അഗ്നിപർവ്വതങ്ങളുടെയും കാഴ്ചകളാണ് അടുത്ത വീഡിയോയിൽ.